വാഴ 2 സിനിമ കണ്ടു. ഭയങ്കര സന്തോഷവും സ്നേഹവും തോന്നി. കഥാപാത്രങ്ങളെ സ്ക്രീനിൽ കെട്ടിപ്പിടിക്കാൻ തോന്നും വിധത്തിൽ അടുപ്പം തോന്നി. നമ്മൾ വാഴ എന്ന് പറയുന്നത് ഒന്നിനും കൊള്ളാത്ത ആളുകളെ പറയുന്നൊരു പേരാണ് വാഴ. പക്ഷേ ഒന്നിനും കൊള്ളാത്ത മനുഷ്യരില്ല എന്നുള്ളതാണ് വാഴ 1 പോലെ തന്നെ വാഴ 2 നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. ശരിക്കും കൗമാരക്കാരായിട്ടുള്ള കുട്ടികൾ, അവരുടെ മാതാപിതാക്കൾ, അധ്യാപകർ, അവരെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ബന്ധുക്കളൊക്കെ കാണേണ്ട ഒരു സിനിമയാണ് വാഴ 2. അത് പ്രധാനപ്പെട്ടൊരു കാരണം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കൗമാരത്തെ നമ്മൾ നിലവിൽ അഡ്രസ്സ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമയാണ് എന്നുള്ളത് മാത്രമല്ല, എങ്ങനെയാണ് മലയാള സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും ഈ വിദേശ രാജ്യങ്ങളിലേക്കുള്ള കൗമാരക്കാരുടെ കുടിയേറ്റം ഒരു പ്രമേയമായി, അതിൻ്റെ സാമൂഹിക കാരണങ്ങൾ പ്രമേയമായി വരുന്നൊരു സിനിമ ഉണ്ടാകുന്നത്, അതിൻ്റെ വേദനകളും ദൗർബല്യങ്ങളും സംഘർഷങ്ങളും പ്രമേയമായി വരുന്നൊരു സിനിമ ഉണ്ടാകുന്നത്. എങ്കിലും വാഴ 2 എനിക്ക് ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, ഒന്നിനും കൊള്ളാത്തതെന്ന് എല്ലാവരും എഴുതിത്തള്ളുന്ന മനുഷ്യർ തമ്മിലുള്ള അപാരമായ സ്നേഹം, ആ മനുഷ്യരും ആ മനുഷ്യരുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർ എഴുതിത്തള്ളിയ തമ്മിൽ ശത്രുക്കളായി പ്രഖ്യാപിച്ച സഹോദരങ്ങളും തമ്മിൽ ജീവിതത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിൽ ചേർത്തുപിടിക്കുന്ന ആഴമുള്ള സ്നേഹം, അവർ അറിയാതെയോ അറിഞ്ഞോ അവരുടെ ചേർന്ന് നിൽക്കുന്ന മാതാപിതാക്കളുമായി അവരറിയാതെ സംപ്രേഷണം ചെയ്യപ്പെടുന്ന സ്നേഹം, ഈ 3 സ്നേഹത്തെയും മനോഹരമായി ആവിഷ്കരിക്കുന്നു എന്നുള്ളതാണ് ആ സിനിമ. ഹാഷിർ മലയാളത്തിൻ്റെ പുതിയ കാലത്തെ ചെറുപ്പക്കാരുടെ ഒരു ഊർജ്ജമാണ്. അയാൾക്ക് തമാശ മാത്രമല്ല, അയാൾക്ക് ഇമോഷൻസും ഗംഭീരമായി വഴങ്ങും എന്ന് ഉറപ്പിക്കുന്നൊരു സിനിമയാണ്. ശരിക്കും നമ്മുടെ കൗമാരം ഏറ്റെടുക്കാൻ സാധ്യതയുള്ള, നമ്മുടെ കാലം ഓർത്തിരിക്കാൻ സാധ്യതയുള്ള ഒരു അടിപൊളി സിനിമയാണ് വാഴ 2.